നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യയെ വിഭജിച്ചത് കണ്ടു നിൽക്കാനാവാതെ സവർക്കർ. കാശ്മീർ ഭരിച്ചിരുന്ന ഹരി സിംഗിന് സവർക്കറുമായുള്ള ബന്ധം. ഹിന്ദു മഹാസഭ, അതായത് ഇപ്പോഴത്തെ RSS, വിഭജന ഭീതി ദിനം ആഘോഷിക്കാൻ ഭയപ്പെട്ടിരുന്ന RSSന് ഒരു മുൻകാല ചരിത്രമുണ്ട്. അതിങ്ങനെയാണ്: അഖണ്ഡ ഭാരതം എന്ന നയത്തിനു വേണ്ടി പോരാടിയവർ, മുസ്ലിങ്ങളെ 1929 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഒറ്റപ്പെടുത്തണമെന്ന് ശക്തിയുക്തം വാദിച്ചവർ, ദീർഘവീക്ഷണമുള്ള ദൈഷ്ണികന്മാരുടെ ഒരു നിര തന്നെ അന്ന് സവർക്കർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഒരു ഹിന്ദു രാഷ്ട്രമായി നിലകൊള്ളണമെന്ന് അവർ ശഠിച്ചു. തിരുവിതാംകൂർ ഭരണാധികാരിയായ CP രാമസ്വാമി അയ്യരുമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തിയായിരുന്നു സവർക്കർ. സംഘപരിവാർ ബഹുമാനത്തോട് വിളിക്കുന്ന ശ്യാമപ്രസാദ് മുഖർജി ബംഗാളിൽ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ മുസ്ലിം കുടിയേറ്റ പ്രദേശങ്ങളിൽ ഹിന്ദു മഹാസഭ നടത്തിയ മുന്നേറ്റവും ചെറുത്തുനിൽപ്പും വളരെ വലുതായിരുന്നു. ഇന്ത്യ ചെറു രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടമാണെന്നും പഞ്ചാബ്, ബംഗാൾ, ഹൈദരാബാദ് എന്നീ സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായ ഹിന്ദു സത്യവും വിവേചനാധികാരവും നൽകണമെന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് എഴുതിയതും വീർ സവർക്കർ ആയിരുന്നു. മാത്രമല്ല, കാശ്മീർ മഹാരാജാവായിരുന്ന ഹരി സിംഗിന്റെ വിശിഷ്ട അതിഥികളായെത്തി പിൽക്കാലത്ത് ജയിൽവാസം വരെ നീളുന്നതായിരുന്നു സവർക്കറുടെയും ഗോവർക്കറുടെയും കഥ. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് കോൺഗ്രസുകാർ മുസ്ലിം ലീഗുമായി ചേർന്ന് ജയിലിലടച്ച 2 യുവാക്കൾ, മുസ്ലിം ലീഗിന്റെ ദ്വിരാഷ്ട്ര ഭരണത്തെ എതിർത്തവർ, സുനന്ദ സന്യാൽ, സൗമ്യ ബസു എന്നിവർ ജയിൽ സന്ദർശിച്ചപ്പോൾ സ്വാതന്ത്ര്യം മാനികൾക്ക് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവർ, ഭാരതാംബയുടെ മുഖചിത്രം ഓർക്കുന്ന ഇന്ത്യക്കാർക്ക് അന്ന് സവർക്കർ പറഞ്ഞ വാക്കുകൾ ഓർമ്മയിൽ കാണും. കാശ്മീർ ഒരു സ്വതന്ത്ര ഹിന്ദു രാഷ്ട്രമാണ്. അവിടെ വിരിയുന്ന പൂക്കളിൽ പോലും ഹിന്ദുത്വത്തിന്റെ ചരിത്ര സത്യങ്ങൾ കാണും.